പപ്പ എന്താ ഇത്? എങ്ങോട്ടാ? അതൊക്കെ പിന്നെ പറയാം, വിട്. ഞാൻ അന്നത്തെ ഒരു വാശിക്ക് ചെയ്തു പോയതല്ലേ ശിവശങ്കര, എന്നോട് ക്ഷമിക്കേ. തന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? നിലപാടോ? അതെ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. നിന്നെ എങ്ങനെ നമ്പും? ഇവൻ പഴയ നക്കി സ്വഭാവം കാണിക്കും. അയ്യേ, ഞാനതൊക്കെ എന്നേ നിർത്തി. നിർത്തിയല്ലോ. പുഷ്പ, ഒരു മെമ്പർഷിപ്പ് കൊടു. എന്നാലേ ഞങ്ങളെല്ലാം മറന്നിരിക്കുന്നു. പൊന്നുമോൻ നല്ല മനസ്സിയോടുകൂടി ഇതിനകത്തേക്ക് ഒരു 10 മണിസുട്ട്. എന്താ ഇത്? വിവാഹ സഹായ ഫണ്ട്. നക്കി നായരെ, നക്കി 10 പൈസ. ഞാൻ പറഞ്ഞില്ലേ. ഒരു ദിവസം അങ്ങ് പോവും. ഇന്നലെ പെയ്ത മഴയ്ക്ക് കൊടുത്തവന്റെ ആട്ടം കണ്ട് നിങ്ങളും കൂടെ തുള്ളണ്ട. നമ്മളൊക്കെ തമ്മിൽ ഇനിയും കാണണ്ടവരാ. അവനെ തോളിക്കയറ്റി നടക്കുന്നവര് സ്വന്തം തടി കടവാ സൂക്ഷിച്ചോ. മര്യാദയാണെങ്കിൽ കാവമ്പാട്ടുകാർ മര്യാദ, ഇല്ലെങ്കിൽ അറിയാലോ. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പറച്ചിലുണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നല്ല നിശ്ചയമുണ്ട്. വരി. പെരുവണ്ണ അവിടുത്തെ ആണുങ്ങളാരും ഇല്ലെന്നാ കുറുപ്പന്മാരുടെ വിചാരം. ഇളക്കം തട്ടിയിട്ടുണ്ട് കുറുപ്പന്മാർക്ക്. ഇളകി ഒറ്റ വീഴ്ചയാണ്. അന്ന് ഞാൻ കടയടയ്ക്കും, എന്നിട്ട് ഒരു 100 അടിച്ചിട്ട് കുറുക്കന്മാരുടെ മുഖത്ത് നോക്കിയാൽ 2 ന്യായം പറയും. അവരോടല്ല, ആ നാറി ഗുരുക്കളുടെ മുഖത്ത് നോക്കിയോണം ന്യായം പറയാം. അവന്റെ മുഖത്ത് നോക്കി ന്യായമല്ല പറയേണ്ടത്, 2 ആട്ടാണ്. കുഞ്ഞലക്ഷ്മി, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. ഞാൻ കൊറേ പ്രാവശ്യം കേട്ടതല്ലേ സുരേഷ്, ഇനിയും പറയണമെന്നില്ല. അതല്ല, ഞാൻ പഠിപ്പ് തീർത്ത, എനിക്ക് വിസ വന്നു. ഇനി തൊട്ട് ഞാൻ ക്ലാസ്സിൽ വരില്ല. അതിനുമുമ്പ് പറയാതെ പോയാൽ ഒരു വിഷമം. എല്ലാം ചെയ്ത് ഞാനാ. അന്ന് കത്ത് നോട്ട്ബുക്കിൽ വെച്ചും പിന്നെ ഫോട്ടോ, ഞാനാ എല്ലാറ്റിനും കാരണം. ശിവശങ്കര, നീ ഇങ്ങനെ ഇരുന്നാലോ? ദിവസങ്ങൾ ഓരോന്നായിട്ട് പോവാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആകെ നാറുമോനെ. കുരുപ്പന്മാര് കൂട്ടത്തോടെ കുഴിച്ചു മൂടും നമ്മളെ. എനിക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല. പിന്നെ നീ എന്ത് ധൈര്യത്തിലാ കൊലവിളി നടത്തിയത് കെട്ടുവന്ന്? അത് പിന്നെ അന്നത്തെ ആവേശത്തിന്റെ പുറത്ത്. എങ്ങനെ നീ എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്തിട്ടേ പോവുള്ളൂ എന്നാ? വിശ്വസിച്ച് കൂടുന്ന ഞങ്ങളെ ചതിക്കരുത് ശിവശങ്കര. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ആ പെണ്ണിനാണെങ്കിൽ എന്നെ കാണുന്ന തന്നെ കലിയ. എന്നാ നീ ആ കാര്യം കൊണ്ട് പറഞ്ഞാളാ. അപ്പൊ പിന്നെ നമുക്ക് ഈ യോഗം പിരിച്ചു വിടാം. അയ്യോ, നമ്മുടെ കാര്യം അത് ആയുസിന്റെ വലിപ്പം പോലെ ഇരിക്കും. അയ്യോ, ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. വല്ല വാരികയിലും വായിച്ച കഥയാണ് ഈ കേട്ടിക്കാൻ. അതല്ല, കുഞ്ഞുലക്ഷ്മിയെ കൊണ്ട് ശിവശങ്കരൻ ചേട്ടനെ പ്രേമിപ്പിക്കണം. എന്നിട്ട് പ്രേമിച്ചു കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എളുപ്പമാണല്ലോ. ബഹളം വെക്കില്ലേ. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. കുഞ്ഞുലക്ഷ്മി, ഒന്ന് നിന്നേ. എന്താ അമ്പലത്തിൽ നിന്ന് വരിക? കണ്ടാലറിഞ്ഞൂടെ? എല്ലാം അങ്ങനെ കണ്ടാ അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നീണ്ട കഥയുടെ പേരാ. കളിയാക്കുകയൊന്നും വേണ്ട. ഞാൻ ജീവിതത്തിലെ കാര്യമാ പറഞ്ഞത്. ആരുടെ? നിന്റെ തന്നെ, അല്ലാണ്ട് ആരുടെ? നീ ഒരാള് കാരണം ഒരു മനുഷ്യൻ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നറിയോ? ഇല്ലല്ലോ. ആരാത്? ശിവശങ്കരൻ ചേട്ടൻ. പാവം, എന്ത് സ്നേഹമെന്നറിയോ നിന്നോട്. എപ്പോഴും ഇരുന്ന് പറയും എന്നെ ചൊല്ലി കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ കുഞ്ഞുലക്ഷ്മി എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. എന്നാലേ നീ ചെന്ന ആളോട് പറ, എനിക്കൊരു വേദനയില്ല, അയാളുടെ ശരീരം വേദനയാ മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോളെ. കരിങ്കല്ലിന്റെ മനസ്സ് തന്നെ നിനക്ക്. പിന്നെ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതല്ലേ. ഇപ്പൊ എന്തായി? ഇതൊന്നും ശരിയാവുന്ന എനിക്കും അഭിപ്രായമില്ല. ഞാനും അതിനെ പിന്താങ്ങുന്നു. എനിക്കും അഭിപ്രായമില്ല. ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനാരാന്ന് ചോദിച്ചാൽ ആ പെണ്ണ് കണ്ണടച്ചവന്റെ പേര് പറയും. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു നേതാവല്ലേ PCP? നിങ്ങൾ നിന്റെ പിന്തിരിപ്പ് വർത്താനം പറഞ്ഞാൽ എങ്ങനെയാ? ഞാനൊരു ഐഡിയ പറയട്ടെ. നീ ഒരു ഐഡിയയും പറയണ്ട. നിന്റെ ഐഡിയയുടെ ഫലമാണ് ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായല്ലോ. നിന്റെ ഒക്കെ തലച്ചോറ് വർക്ക് കണ്ടീഷൻ ആയില്ലേ? കണ്ടില്ലേ ഓരോരുത്തരൊക്കെ കുത്തിയിരുന്ന് ചിന്തിക്കാതെ പിന്നെ എല്ലാവരും നിശബ്ദരായിരിക്കുക. എനിക്കൊരു ചിന്തനം വരുന്നുണ്ട്. മോനെ ശിവശങ്കര, വാ വാടാ വാ. എവിടെ ഗുണ്ടയുടെ വഴിന്ന് മാറ്. Yeah!
ധൈര്യം വരില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? സാരമില്ല, കുഞ്ഞുലക്ഷ്മിക്ക് വേണ്ടിയല്ലേ. എത്ര രൂപ കൊടുത്തു അവർക്ക്? ആ സമയത്ത് സിനിമയിലെ നായകനെ പോലെ ചാടി വീണ് റൗഡികളെ അടിച്ചോടിക്കുക. ഉടനെ എനിക്ക് അയാളോട് പ്രേമം തുടങ്ങുന്നു. തേങ്ങാക്കള്ളിന്റെ ഒരു ബുദ്ധിയെ. അയാളൊരു പാവ. നിനക്കെന്താ ഇത്രയ്ക്ക് ദേഷ്യം? നിനക്ക് വല്ല ദണ്ണുണ്ടോ? നിന്റെ അമ്മാവന്റെ മോനയാള് ആയിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേനെ. ഇതുവരെ ഉള്ള സകല പരിപാടികളും ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇനി ഞാനൊന്ന് പറയട്ടെ. നിർത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പൗരന്റെ മൗലികാവകാശമാണ്. അവൻ പറയട്ടെ. എന്നാ പറഞ്ഞോ. സെന്റിമെന്റ്. സെന്റോ? അപ്പൊ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് ശിവശങ്കരൻ സെന്റ് വെക്കാൻ പോവാ? അല്ല പുഷ്പേട്ട, സെന്റിമെന്റ്. എടോ അതൊന്ന് മലയാളത്തിൽ പറ. അതിന് മലയാളം ഇല്ല. എന്നോ ഇംഗ്ലീഷിൽ പറ. പറയാം. എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയില്ല കുട്ടി. അറിയണ പോലെ പറഞ്ഞാ മതി. മതി. പക്ഷെ കുഞ്ഞലക്ഷ്മിക്ക് വിഷമം ഉണ്ടായിരുന്നല്ലോ. ഞാനിനി ഒന്നും മറച്ചു വെക്കുന്നില്ല. നമ്മുടെ ശിവശങ്കരൻ അവൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. കുട്ടിക്കറിയാമോ അവന്റെ രോഗം എന്താണെന്ന്? കീമിയമോ? അല്ലല്ല, ലുക്കീമിയം. ഓ. ഒരു വൈദ്യശാസ്ത്രത്തിന് ഇനി അവനെ രക്ഷിക്കാൻ കഴിയില്ല. ദിവസങ്ങൾ എണ്ണി കഴിയുന്ന അവനെ ആശ്വസിപ്പിക്കാൻ വേറെ ആർക്കും ആവില്ല. നീ കുഞ്ഞുലക്ഷ്മിക്ക് വിളിച്ച് അവനെ കൈവിടരുത് കുഞ്ഞുലക്ഷ്മി. അയ്യോ കഷ്ടം. സത്യത്തിൽ അയാളെ മാത്രമേ കല്യാണം കഴിക്കുന്നു കരുതിയതാ ഞാൻ. ഇനിയിപ്പോ മരിക്കാൻ പോകുന്ന ഒരാളെ കല്യാണം കഴിച്ചാ ഞാൻ വിധവയായി പോവില്ലേ? അല്ല കുഞ്ഞലക്ഷ്മി, രോഗം മാരകമാണെങ്കിലും ചികിത്സിച്ചാ ഭേദമാവും. കല്യാണം കഴിഞ്ഞാൽ നിശേഷം മാറുമെന്നാ ഡോക്ടർ പറഞ്ഞു. അതാ ലൂക്കീമിയത്തിന്റെ പ്രത്യേകത. അറിഞ്ഞില്ലേ? ഇല്ല. ആ രോഗത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അയാളുടെ കാര്യം പോക്കാം. തീറ്റി കണക്കിന് പോയാൽ ഞാൻ കൊത്തുപാള എടുക്കും. ചർച്ചയിൽ ഭക്ഷണം ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഇനമാണല്ലോ. ഇതിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? ഇല്ലില്ല. എടാ പപ്പ, ഇതിനിടെ തരാനുള്ള കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട് മാധവമ്മേ. ശിവശങ്കരന്റെ പ്രശ്നം ഒന്ന് കഴിഞ്ഞോട്ടെ. അല്ല, ശിവശങ്കരൻ എവിടെ പോയി? അവൻ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നതല്ല. എന്താ അവന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ഇവൻ ചില ഉദ്ദേശങ്ങളുമായിട്ട് തന്നെ ഇവിടെ വന്നതല്ലേ എന്ന്. എന്തുദ്ദേശം? അപ്പുണ്ണിയാർക്ക് ഓർമ്മയുണ്ടോ? ആദ്യം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നല്ല പരിചയമുള്ള ഒരു മുഖമാണെന്ന്. എനിക്ക് അവനെ കണ്ടതും കാവുംപാട്ടെ പഴയ അടിച്ചുകളിക്കാരി ദേവകിയാ ഓർമ്മ വന്നത്. മാധവമ്മ പറഞ്ഞു വരുന്നത്? ആർക്കറിയാം, അവന്റെ അമ്മയടുത്ത് കാണിച്ച ക്രൂരതയ്ക്കെല്ലാം പകരം ചോദിക്കാൻ വന്നിരിക്കല്ല അവനെന്ന്. ദേവകിക്ക് വാമദേവക്കുറിപ്പിനുണ്ടായ മകനാണ് ഇവനെങ്കില് കുഞ്ഞലക്ഷ്മി മുറയ്ക്ക് അവന് ചേരേണ്ടതല്ലേ? ഇതൊരു പുതിയ അറിവാണല്ലോ. ഇതൊരു മനസ്സിലാവാത്ത സിനിമ ആണെന്ന് പോലും. ഇനിയിപ്പോ ഇത് മാധവമ്മയുടെ സംശയമായി കൂടാന്നുണ്ടോ? സംശയം തീർക്കല്ലോ. നമുക്ക് അവനെ കണ്ട് ചോദിക്കാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതെല്ലാം മാധവമ്മയുടെ തോന്നല. ഞാൻ ഈ പറയുന്ന ദേവയമ്മയുടെ മോനല്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പോയി. എന്നെ ഞങ്ങൾക്ക് അത്ര അതിന് വിശ്വാസം പോരാ. ഈ ഇരട്ടത്താപ്പ് ഞങ്ങളോട് വേണ്ട. ഉള്ള കാര്യം പറ. നീ പ്രതികാരം ചെയ്യാൻ വന്നതല്ലേ? പ്രതികാരോ? ആരോട്? ആരോടെന്നോ? കാവുംപാട്ട തറവാട്ടുകാരോട്. പെറ്റമ്മയുടെ കണ്ണുനീരിന് പകരം ചോദിക്കാൻ വന്ന പിഞ്ചോമന പുത്രൻ. ആ പുത്രൻ നീ തന്നെയല്ലേ ശിവശങ്കര? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ദേവകിയമ്മേ അറിയില്ല, മോനെ അറിയില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്നാൽ ആണ്. കാവുംപാട്ട മുത്തശ്ശിയുടെ മരിച്ചുപോയ ഇളയ മകൻ വാമദേവക്കുറുപ്പിന് അടിച്ചുതള്ളിക്കാരി ദേവകിയമ്മയിലുണ്ടായ മകൻ ശിവശങ്കരൻ അഥവാ ശിവശങ്കര കുറുപ്പ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ്. ആവണം. എന്നാലായി. ഞാൻ ദേവകിയമ്മയുടെ മോൻ തന്നെയാ. ശിവശങ്കരൻ എന്ന ശിവശങ്കര കുറുപ്പ്. അടിപൊളി അടിപൊളി. എങ്ങോട്ടാ തിരക്കിട്ട്? കഥകളി കാണാൻ എന്താ താൻ വരുന്നത്? കഥകളി കാണാൻ നേരെ കാവുംപാട്ടേക്ക് വിട്ടോ. അവിടെ ഇനി ഒരു കളി നടക്കും. ദുര്യോധനവധം. താൻ എന്താണോ ഈ പറയണേ? നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? അവനെ ശിവശങ്കരൻ. അവൻ പ്രതികാരത്തിന് വന്നതാ കാവുംപാട്ടുകാരോട്. അവൻ ദേവകിയമ്മയുടെ മോനാ.
ദേവകിയുടെ മകനാണെങ്കിൽ അവൻ കണക്ക് ചോദിക്കാൻ തന്നെ വന്നതായിരിക്കും. ഇനിയിപ്പോ സ്വത്തിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് വരുമെന്നാ തോന്നുന്നത്. നാട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ അവന്റെ സപ്പോർട്ടിന്. ഒക്കെ ഉണ്ടാവും. അതിനു മുമ്പേ എന്തെങ്കിലും ചെയ്യണം. ചന്തൂട്ടി, നീ ആ ഗുരുക്കളെ ഒന്ന് വിളിപ്പിക്കുക. ശിവശങ്കറാണ്.